എൻ്റെ പേര് ആതിര എന്നാണ്. ഞാൻ ജൂനിയർ ഇൻസ്ട്രക്ടറായിട്ട് ഗവൺമെൻറ് ഐ ടി പെരുവേലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ട് ഒരു 2 വർഷമായി. പിന്നെ ഇതിനു മുമ്പ് ട്രേസറായിട്ട് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 7 മാസം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഹോളിമ അതിനെപ്പറ്റി അറിയണത്. ആദ്യം സൺഡേ ബാച്ചിനാണ് ഞാൻ കയറിയത്. പിന്നെ എക്സാം എടുക്കുമ്പോഴാണ് റെഗുലർ ക്ലാസ് ഉണ്ടായത്. പക്ഷേ കാരണം ആ സമയത്ത് ഞാൻ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് അധികം എക്സാമുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സൺഡേ ബാച്ചിലിരിക്കും, ബാക്കി സമയം മുഴുവൻ ഞാൻ വീട്ടിലിരുന്ന് പഠിക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സാറ് പഠിപ്പിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം കഥ പറഞ്ഞു തരും പോലെ ഓരോ സബ്ജക്ട്സ് സാറ് എസ്റ്റിമേഷൻ സാറിന് നന്നായിട്ട് അറിയാം. പിന്നെ ഡ്രോയിങ് അറിയാം. അങ്ങനെ കുറച്ച് സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ ഹൈഡ്രോളിക്സ്, അങ്ങനെ ഫ്ലൂയിഡ് മെക്കാനിക്സ്, അങ്ങനെ. അപ്പോൾ സാറ് ആ സബ്ജക്റ്റുകളെല്ലാം കഥ പറഞ്ഞു തരും പോലെ നന്നായിട്ട് പറഞ്ഞു തരും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നോട്ട് നമ്മളെ കൊണ്ട് കൈകൊണ്ട് എഴുതിപ്പിക്കും. പിന്നെ ഈ സബ്ജക്റ്റ് തീർന്നു കഴിയുമ്പോഴത്തേക്കും സാറ് തന്നെ ടൈപ്പ് ചെയ്ത് പ്രിൻ്റഡ് നോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് തരും. പിന്നെ അതിൻ്റെ ഒപ്പം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ തരും. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞങ്ങൾ അന്നേരം തന്നെ ചെയ്യിപ്പിക്കും. ബാക്കി നോട്ട് വായിക്കാൻ സാറ് ടൈപ്പ് ചെയ്ത് നോട്ടൊക്കെ വീട്ടിൽ പോയിരുന്ന് വായിക്കും. അങ്ങനെ. പിന്നെ കമ്പൈൻ സ്റ്റഡി ഒരുപാട് ചെയ്തിട്ടുണ്ട്. എക്സാം ആവണ സമയത്തൊക്കെ ഒരുപാട് കമ്പൈൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, പഠിക്കുന്ന സമയത്ത് അധികം എക്സാം ഇല്ലാതിരുന്നതുകൊണ്ട് പഠിത്തത്തിൽ നിന്ന് വിട്ടുപോകാൻ അങ്ങനെ ടെൻഡൻസി വന്നിട്ടുണ്ട്. അതായത് നിർത്തിപ്പോകണം, എന്തിനിപ്പോൾ എക്സാം ഇല്ലല്ലോ, പിന്നെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ സാറ് എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളിരുന്ന് പഠിക്കുക. ഇപ്പോൾ എക്സാം ഇപ്പോൾ വിളിക്കുകയാണെന്ന് വിചാരിക്കും, ഈ മാസം അവസാനമാകുമ്പോഴത്തേക്കും ചിലപ്പോൾ എക്സാം വിളിക്കാം, അല്ലെങ്കിൽ അടുത്ത മാസം ആകുമ്പോഴത്തേക്കും വിളിക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് എക്സാം വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കയറി പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു വേക്കൻസി ഉള്ള എക്സാം ആണെങ്കിൽ പോലും ഫസ്റ്റ് റാങ്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്ന് സാറ് പറയും. ശരിക്കും ഞാനൊക്കെ വിചാരിക്കാറുണ്ട്, സാറിൻ്റെ ഫാമിലീൻ്റെ പോലും മര്യാദയ്ക്ക് നോക്കാതെയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തേക്കണത്. സാറിൻ്റെ കൊച്ചിന് അസുഖമുള്ളപ്പോൾ പോലും സാറ് വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ പോവാതെ ക്ലാസ് എടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുള്ളത് കൊണ്ട് ആണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും പേർക്ക് ജോലി കിട്ടിപ്പോയതെന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. പിന്നെ എല്ലാവരും പഠിച്ചിട്ടുമുണ്ട്, ഇല്ലയെന്നല്ല. പിന്നെ പക്ഷെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര പഠിക്കുന്നവരായാലും കുറേ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ മടുക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും കിട്ടുമോ എന്ന് തോന്നും. പോരാത്തന്നെ നമ്മുടെ കുറേ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ചോദിക്കുമല്ലോ, PSC ഒക്കെ കിട്ടണത് ഓരോ ഭാഗ്യമാണ്, എന്തോരം പേർക്ക് പഠിച്ച എല്ലാവർക്കും കിട്ടണ്ടോ, എന്തോരം പേർക്ക് കിട്ടാതെ പോകണം, 50 എക്സാം 100 എക്സാം എഴുതിയവരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാതെ ഡീപ്രൊമോട്ടഡ് ആയി പോകും നമ്മൾ. അപ്പോൾ ആ സമയത്തൊക്കെ സാറ് പറയും നിങ്ങൾക്ക് കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. എനിക്കൊക്കെ അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ സാറ് തന്നെ നോട്ടുകൾ ഇപ്പോൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഒരു സബ്ജക്റ്റ് തന്നെ വീണ്ടും ക്ലാസ് എടുക്കും. അപ്പോൾ അടുത്ത റൊട്ടേഷനായി ഓരോ സബ്ജക്റ്റുകൾ ഓരോന്നായിട്ട് വീണ്ടും നമ്മൾ പഠിക്കും. അങ്ങനെ. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കുറേ നാളുകൾ എക്സാം ഉണ്ടായില്ല. അപ്പോൾ ആദ്യം വന്ന എക്സാം എന്ന് പറഞ്ഞാൽ 2019 ജൂൺ 21 ട്രേസറുടെ ഒരു എക്സാമാണ് നടന്നത്. അപ്പോൾ എനിക്ക് ആ എക്സാമിന് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആദ്യം ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് ആണെന്നുള്ളത് അത് ഭയങ്കര ഒരു ഉൾക്കൊള്ളാവുന്നതിലും വെച്ചാൽ ഞാൻ ഫസ്റ്റ് റാങ്കൊന്നും ഒട്ടും പ്രതീക്ഷിച്ച ആളൊന്നുമല്ല. അപ്പം കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിൽ അത്യാവശ്യം ഒരു ആവറേജ് പഠിക്കും. അല്ലാതെ ഫസ്റ്റ് റാങ്ക് PSC എക്സാമിന് ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടൊന്നും ഉള്ളതല്ല. നമ്മളിങ്ങനെ ഫസ്റ്റ് റാങ്കിന് വേണ്ടി പഠിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും കുന്നോളം മോഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടൊക്കെ പഠിക്കണം. ഫസ്റ്റ് റാങ്ക് കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് വന്ന ഡിസംബറിൽ വന്ന എക്സാം, ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന് 45ാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു. പിന്നെ കുറേ എക്സാമുകൾ നടന്നതിൽ എല്ലാത്തിലും ലിസ്റ്റിൽ വന്നു. എനിക്ക് തോന്നുന്നു ഒരു 10-15 ലിസ്റ്റിലൊക്കെ എന്തായാലും ഞാൻ വന്നിട്ടുണ്ട്. ഒരെണ്ണത്തിൽ എന്തോ സപ്ലൈ ലിസ്റ്റിലായിരുന്നു, പക്ഷേ ബാക്കി എല്ലാത്തിലും മെയിൻ ലിസ്റ്റിലായിരുന്നു. പിന്നെ ജോലിക്ക് കയറിയതിന് ശേഷം പിന്നെ എല്ലാ എക്സാമുകളും നമ്മൾക്ക് ഇഷ്ടമുള്ള എക്സാമുകൾ മാത്രം പിന്നെ സെലക്ട് ചെയ്ത് അങ്ങനെ എഴുതിയിട്ടുള്ളൂ. പിന്നെ പഠിച്ചത് പറയുകയാണെങ്കിൽ ഞാൻ ഷിൻഡോ സാറിൻ്റെ ക്ലാസ് ചില സബ്ജക്റ്റുകൾ നമ്മൾ നന്നായിട്ട് അത്യാവശ്യം ഒന്ന് കോൺഫിഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കമ്പൈൻ സ്റ്റഡിക്ക് ഇരിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ പിന്നെ ഷിൻഡോ സാറിൻ്റെ നോട്ട് വെച്ചിട്ട് സാറെന്ന ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ ഇലക്ട്രോണിൻ്റെ ഒരു ബുക്കുണ്ട്. അപ്പോൾ അതും എല്ലാം വെച്ചിട്ട് ഞാൻ വീടിനടുത്തൊരു ലൈബ്രറി ഉണ്ട്. അവിടെ ജനറൽ PSC പഠിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിലിരുന്ന് ഞാൻ തന്നെ ഇരുന്ന് പഠിക്കും. അവരവരുടെ സബ്ജക്റ്റ് പഠിക്കും, ഞാൻ എൻ്റെ ഇരുന്ന് പഠിക്കും. അങ്ങനെ
അപ്പോൾ വെച്ചാൽ നമുക്ക് ആ ഒരു പഠിത്തത്തിൽ നിന്ന് വിട്ടു പോവാതിരിക്കാൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ആ പഠിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ എപ്പോഴും ഉള്ളത് നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ ശരിക്കും ഹോളിമതയിൽ പോയതുകൊണ്ടാണ് ഞാൻ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഓരോ കോഴ്സായിട്ടൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അതായത് ഒരു ഇത്ര ദിവസം കഴിയുമ്പോൾ കോഴ്സ് തീരും, പിന്നെ നമ്മൾ വീട്ടിലിരുന്ന് തന്നെ പഠിക്കുക. അത് എനിക്ക് പറ്റില്ലായിരുന്നു. കാരണം നമുക്ക് അത്യാവശ്യം ഒരു ചിലപ്പോൾ മടി വരും. അപ്പോൾ നമുക്ക് ആ പഠിക്കാനുള്ള ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, വേറെ ജോലിക്കൊന്നും പോവാതെ PSC മാത്രം നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഒരു പഠിക്കാനൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കും കിട്ടിയത്. പിന്നെ ഞാൻ ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, നമുക്കിപ്പോൾ ഒരുപാട് എക്സാമുകളുണ്ട്. അപ്പോൾ നമ്മൾ മടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് ജോലി കിട്ടുന്ന വരെ, സാറ് പറയും പോലെ ജോലി കിട്ടുന്ന വരെ പഠിക്കുക. നമ്മൾ എത്ര വേഗത്തിൽ വാങ്ങിക്കുന്നോ അത് നമ്മുടെ ഹാർഡ് വർക്ക് അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക.